ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ കാത്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അടിപൊളി ഭാഗങ്ങളാണല്ലേ. നമ്മുടെ രവിയുടെ പണം കൊണ്ടാണ് ഷോറൂം തുടങ്ങിയത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സച്ചി പറയുന്നുണ്ട്, ഇനി മുതൽ ആ ഒരു ഷോറൂമിൻ്റെ ഓണർ നീയല്ല, എൻ്റെ അച്ഛനായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയും വശയും അടക്കം എല്ലാവരും തന്നെ ആ ഒരു തീരുമാനത്തെ അംഗീകരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ സുധിയും പിറ്റേ ദിവസം ഷോറൂമിലിരിക്കുന്ന സമയത്ത് സച്ചി രവിയെയും അതുപോലെ തന്നെ ചന്ദ്രയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയും ഷോറൂമിലുള്ള ബാക്കി സ്റ്റാഫുകളോടായിട്ട് ഇതാണ് നിങ്ങളുടെ പുതിയ ഓണർ സുധി, ഇനി മുതൽ നിങ്ങളെപ്പോലെ തന്നെ ജോലിക്കാരനാണ് ഇവിടത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നൊക്കെയുണ്ട്. സച്ചിയുടെ ഒരു പെരുമാറ്റമെല്ലാം തന്നെ സുധീനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ ചെയ്ത തെറ്റിനുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ തന്നെ നമ്മൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ടൊരു ഭാഗമാണ് നമ്മുടെ ചന്ദ്രയുടെ കാല് പിടിച്ച് സുധി ക്ഷമ ചോദിക്കുന്നുണ്ടല്ലേ. നിലവിൽ നമ്മുടെ ചന്ദ്രയ്ക്ക് ശ്രുതിയോടുള്ള ദേഷ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഇവരോട് ക്ഷമിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഈ ഒരു പ്രൊമോ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവില്ലേ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടം എന്നത് ഇപ്പം നിലവിൽ പോകുന്ന രീതിയിൽ തന്നെ ചന്ദ്ര രേവതിയോട് സ്നേഹത്തോടുകൂടി പെരുമാറുകയും രേവതിയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, അതേ രീതിയിൽ പോകുന്ന ഭാഗങ്ങൾ തന്നെയാണ് നമുക്കിഷ്ടമെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ഈ കാലുപിടുത്തത്തിന് മുന്നേ നമ്മുടെ ശ്രുതി നേരെ ഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഭാമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ ഭാമയുടെ അടുത്ത് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഭാമ സ്വന്തം മകളെ പോലെ തന്നെയാണ് ശ്രുതിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകളുടെ കണ്ണുനീര് കാണുമ്പോഴത്തേക്ക് ഭാമയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ഭാമ നേരെ ചന്ദ്രയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ശ്രുതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചന്ദ്ര അമ്പിനും തുമ്പിനും അടക്കാൻ തയ്യാറാകുന്നില്ല എങ്കിലും അവസാനം ഭാമ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഇനി ക്ഷമിച്ചില്ല എന്നാണ് ശ്രുതിയുടെ സ്വന്തം നാട്ടിലേക്ക് മലേഷ്യയിലേക്ക് അവക്കടെ അച്ഛൻ്റെ അടുത്തേക്ക് പോകും. നിന്റെ മകൻ വീണ്ടും തേരാപ്പാറ ഇതിൽ തന്നെ നടക്കേണ്ടി നീ കാണേണ്ടി വരും ചന്ദ്ര, അത് നിനക്ക് വേണ്ട എന്നാണെങ്കിൽ നീ എല്ലാ കാര്യങ്ങളൊക്കെ ക്ഷമിച്ച് സഹിച്ചും അവളോടുള്ള ദേഷ്യവും വാശിയൊക്കെ മാറ്റിവെക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അത് ശരിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ വീട്ടിലേക്ക് തിരികെ വരുന്ന സമയത്താണ് ഈ ഒരു നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത്. ശ്രുതി വേഗം എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട്. കൂടുതൽ ശ്രുതിയും അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിന് ചെറിയൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. മാത്രമല്ല ഭാമ പറഞ്ഞ കാര്യങ്ങളും തൻ്റെ ഉള്ളിൽ കിടക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ തനിക്കിതൊന്നും തെറ്റുകളൊന്നും മറക്കാൻ പറ്റില്ല. പക്ഷേ തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രുതിനെ സമാധാനിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ സച്ചി ഒരു പ്രശ്നമൊക്കെ എടുത്തിരുന്നത്. അതായത് ഈ പ്രശ്നം മുഴുവൻ കോംപ്രമൈസ് ആയ രീതിക്കാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, പ്രശ്നങ്ങളൊന്നും തന്നെ കോംപ്രമൈസ് ആയിട്ടില്ല. ഈ ഒരു ഷോറൂം തുടങ്ങിയത് എൻ്റെ അച്ഛൻ്റെ പണമായതുകൊണ്ടായതുകൊണ്ട് തന്നെ അച്ഛന് തന്നെ ഈ ഷോറൂം നൽകണമെന്നുള്ള ഭാഗമൊക്കെ കണ്ടല്ലോ. ആ ഒരു ഭാഗങ്ങളെല്ലാം വരുന്നത് ഇതിന് ശേഷമാണ് കേട്ടോ. എന്തായാലും അടുത്ത ആഴ്ചയോട് തന്നെ നമ്മുടെ ശ്രുതിയോടുള്ള പിണക്കം ചന്ദ്രയ്ക്ക് മാറുമെങ്കിലും പൂർണ്ണമായും മാറിയെന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രുതിനെ കുത്തി നോവിക്കുന്ന രീതിക്ക് തന്നെ ചന്ദ്ര പെരുമാറുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.